അപ്പൊ ഗൗരി, നമ്മുടെ ഇന്നത്തെ അതിഥികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അതിഥികളാണ്. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പോവാണ്. കാരണം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആക്ട് ആണ് അവരിവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് വരാൻ പോകുന്ന ആൾക്കാർ കുഞ്ഞാൾക്കാരല്ല, കുറച്ച് വലിയ ആൾക്കാരാണ്. വളരെ ക്യൂട്ട് ആയിട്ടുള്ള രണ്ടുപേരാണ് വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശൈലജ ദേവി ആൻഡ് തങ്കമണി. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. പ്രാണനായക 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 താവകാഗമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ. ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരുചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ആഹാ, നമസ്കാരം. രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ആരാണ് തങ്കമണി, ആരാണ് ശൈലജ ദേവി? ഞാൻ തങ്കമണി. തങ്കു. ഓക്കെ. ഇത് ഞാൻ ശൈലജ. രണ്ടുപേരും എനിക്ക് തോന്നുന്നു റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരുന്നു അല്ലേ? തങ്കമണി ചേച്ചി ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സെക്ഷൻ ഓഫീസറായിട്ട് റിട്ടയർഡ് ചെയ്തു. ബാങ്ക് മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തു. എത്ര വർഷത്തെ സർവീസ്? ഞാൻ ഇടയ്ക്ക് കുറേ വർഷം സ്റ്റേറ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ജോലി. ശരി ശരി. അപ്പൊ നിങ്ങൾ പറയൂ, നിങ്ങളുടെ ഒരു സൗഹൃദം എത്ര നാളായിട്ട് തുടങ്ങി? 9 വർഷം കൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വൈലോപ്പള്ളിയിൽ ബാലു ചേട്ടൻ മെമ്പർ സെക്രട്ടറി ആയിരുന്നപ്പോൾ എന്നെ വിളിച്ചു. പുള്ളിക്കാരി അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ പെർഫോം ചെയ്യാനോ അങ്ങനെ ആരും ഇല്ലയെന്ന് കരുതിയപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഒരു സോളോ ഡാൻസ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ഡാൻസിനും എല്ലാത്തിനും ഇതാ. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചായി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡിവൈറ്റ് മുതൽ പിന്നെ ഡിവൈറ്റ് തന്നെയാണ് ചെയ്യുന്നത്. എബവ് 60 ഉണ്ടാവോ നിങ്ങൾ രണ്ടുപേരും? എല്ലാം 60 ഞങ്ങൾ കൂട്ടത്തിലുള്ളവര് 70 വരെ ഉണ്ട്. അപ്പൊ ഫാമിലിയിൽ എങ്ങനെയാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ട്? ഫാമിലിയിൽ ഇപ്പോഴാ വിട്ടു തുടങ്ങിയതേ. അതിനു മുമ്പ് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ഇതൊക്കെ പഠിക്കുമ്പം എൻ്റെ ബ്രദേഴ്സിന് വീട്ടുകാർക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ ഇങ്ങനെ എന്നെ ചെയ്യാൻ വിട്ടിട്ടില്ല. കോളേജിലൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ കൊച്ചിലെ മുതൽ ചെയ്യാറുണ്ട്. കുഞ്ഞിലെ മുതൽ ചെയ്യും. ചേച്ചി പിന്നെ വേറെ എന്തൊക്കെയാണ്, അതായത് ഇങ്ങനൊരു ആക്ട് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും തന്നെ തീരുമാനിച്ചതാണോ? അതായത് ഇങ്ങനെ ആണും പെണ്ണുമായിട്ട് നമുക്ക് പാട്ടുകൾ എടുത്തിട്ട് ഡാൻസ് ചെയ്യാം, അത് വേറെ ആരെങ്കിലും സജസ്റ്റ് ചെയ്താണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ? അല്ല, ഞങ്ങൾ രണ്ടുപേരും തന്നെ. ഞാൻ കോളേജിൽ വെച്ച് മിക്കവാറും ശ്രീകൃഷ്ണൻ, ദുഷ്യന്തൻ അങ്ങനെയുള്ള റോൾസ് എനിക്ക് ടീച്ചേഴ്സ് ആണേ ചെയ്യത്തുള്ളൂ. അത് ചേച്ചി തങ്കമണി ചേച്ചി പറയൂ, ഇതിങ്ങനെ ആണിന്റെ വേഷം ചെയ്യാനായിട്ട് ഞങ്ങളിപ്പോ കാണുമ്പോ തന്നെ ഇങ്ങനെയാണല്ലോ. ശരിക്കുള്ള ഈ ശൈലജ ദേവി എന്ന് പറയുമ്പോ ഒരു ആണിനെ പോലത്തെ ഒരു പ്രൗഢി ഉണ്ടോ? അയ്യോ, പാവത്തിന്റെ കൂട്ട് നടക്കും. പക്ഷെ കാര്യം വരുമ്പോ നല്ല ക്യാരക്ടർ ആവുമ്പോഴങ്ങനെ ആകുന്നേ. അല്ലെങ്കിൽ ഞാനൊരു പാവം പെണ്ണാ. അയ്യോടാ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്താ വിളിക്കുക? എടോ നിറം സിനിമ അങ്ങനെ വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കാറില്ല. പെട്ടെന്ന് ഇതല്ല, അല്ലെങ്കിൽ ദേഷ്യത്തിലൊക്കെ ആണെങ്കിൽ തങ്കു അല്ല, ഞാൻ തങ്കമണിന്ന് വിളിക്കത്തുള്ളൂ. ഇദ്ദേഹം ശൈലേ. ഇപ്പൊ നിങ്ങൾ ആരാക്കി ആയിട്ടാണ്? ഞാന് നസീറായിട്ട്. നസീർ സാർ. വിജയശ്രീ തോന്നി. ഞാൻ വിജയശ്രീയുടെ അങ്കത്തട്ടിലെ ഒരു പാട്ടാണ്. ഓക്കെ. എന്തായാലും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നസീർ സാറിനെയും വിജയശ്രീ. അപ്പോ അതിനു മുൻപ് നമുക്കൊരു പാട്ട് കേട്ടാൽ നന്നായിരിക്കും. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? ഇനി ശൈലജ ദേവിയുടെ ഒരു പാട്ട്. ഞാൻ യേശുദാസിന്റെ പാട്ട്. ഓ പിന്നെന്താ. പൊൻവേയിൽ മണിക്കച്ചഴിഞ്ഞുരഞ്ഞു സ്വർണ്ണ പീതാംബരമഴിഞ്ഞുലഞ്ഞു കണ്ണന്റെ മാറിലെ വനമാലയാകുവ രാഗിണി
അരികെ ഇനിയും നീ ഒരുങ്ങിയില്ലേ പൊന്മേൽ മണിക്കച്ചഞ്ഞുലഞ്ഞു സ്വർണ്ണ പീതാംബരമഴി. പഴയ പാട്ടുകളായതുകൊണ്ടായിരിക്കും അതിനൊരു പ്രത്യേക ഒരു ഇമ്പം ഉണ്ടായിരുന്നു. Hey, now we are in 16, not 60. But you were very sweet. Thank you. Above 60. Above 60, അതെ. Just remember that. Above 60. I mean 16. Oh, 16. അയ്യോ, തളർത്തി. അത് അവിടുന്ന് പോയി. എന്തായാലും സകലകല വല്ലഭമാർ എന്ന് കേട്ടിട്ടുണ്ടോ? അത് വേണമെങ്കിൽ നമുക്ക് ഇവരെ ആക്കാം. കാരണം കയ്യിൽ പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതുണ്ട്, ജോലി, ലൈഫിലെല്ലാം സക്സസ്. രണ്ടുപേരും നല്ല തഗ് അടിക്കും. രണ്ടുപേരും അതെ തഗ്ഗിന്റെ കാര്യത്തില് പൊളികളാണ്. അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് അല്ലാത്തോണ്ട് ഗപ്പ് കിട്ടിയിട്ടില്ല. ചെന്നാലും ഉണ്ട്.